ടു ഫെയ്ത്ത്, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. ഫിയർ ഈസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഫെയ്ത്ത്. വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് ഭയമെന്ന് പറയുന്നത്. ഭയമില്ലാത്ത വ്യക്തികളില്ല. എത്ര ഉയർന്ന പദവിയിലിരിക്കുന്നവർക്കും ഭയമുണ്ട്. ഗോലിയാത്തിന് പോലും ഭയമുണ്ട്. പിന്നെ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞിട്ട്, സാധാരണക്കാരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ നമ്മൾ വേദപുസ്തകത്തിൽ ഒരു വാക്യം വായിക്കുന്നത് സങ്കീർത്തനം 116:3 മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. അപ്പം മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. അപ്പം മരണപാശവും പാതാള വേദനകളും ഒക്കെ എല്ലാ വ്യക്തികൾക്കും പഴയ നിയമത്തിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മരണഭീതി നമ്മളെ മേൽ വരുന്നത് നമ്മൾ ജീവൻ്റെ ഉറവിടമാവുന്ന ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ദൈവമായിട്ട് മാറുന്നു. ആ പാതാള ഗോപുരങ്ങൾ, പാതാള വേദനകൾ എന്ന് പറയുന്നത് മനുഷ്യന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത തരത്തിലുള്ള വേദനകൾ ചിലപ്പം കയറി വരും. ഒന്നാമത് മനസ്സിന് ധൈര്യം പറഞ്ഞാൽ ഏത് പ്രശ്നവും വേദനയൊക്കെ ആയിട്ട് മാറും. രോഗവും പാപവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പാപം കൂടുമ്പോൾ രോഗം വരും. എന്നാൽ പാപം കൊണ്ട് മാത്രമാണോ രോഗമെന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങളിൽ യേശു പറയുന്നുണ്ട്, ഇല്ല, ദൈവമഹത്വം കാണിക്കാൻ കൂടിയാണ്. പക്ഷെ പാപമില്ലായിരുന്ന കാലത്ത് രോഗമില്ലായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് രോഗമില്ല. ഇനി സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗം വരത്തില്ല. അപ്പോൾ പാപവും രോഗവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു കണക്കിൽ നോക്കിയാൽ. പിന്നെ വേദപുസ്തകത്തിൽ നമ്മളോട് പറയുന്നത് എല്ലാവർക്കും പാതാള വേദനകളുണ്ട്. അതായത് നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേദനകൾ ചില സന്ദർഭങ്ങളിൽ വരും. യോബിൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ വയ്യാത്ത ഭാരങ്ങളുണ്ടായിട്ടുണ്ട്. കൂടെ വന്നിരുന്ന കൂട്ടുകാരൊന്നും സഹായിയായിട്ടില്ല. അവരെല്ലാം അന്നേരം യോബിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ കഷ്ടകാല സമയത്ത്, നമ്മുടെ പ്രയാസ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ദൈവമല്ലാതെ ആരും കാണത്തില്ല. പിന്നെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം വിശ്വസ്തരായിട്ടുള്ളവരെ ആ തക്ക സമയത്ത് ആ ടൈമിന് പറ്റിയവരെ പറഞ്ഞയക്കുക. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. നമ്മൾ കർത്താവിനോട് അടുത്തിരുന്ന് കഴിയുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, പുഴുവായ യാക്കോബേ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇതൊക്കെ യെശയ്യാ 41 എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം കർത്താവ് നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷെ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? നമ്മളെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യൻ്റെ സ്വഭാവം എന്ത് പറഞ്ഞാലും അയ്യോ, ഒരു രോഗം കേട്ടാൽ അയ്യോ, എല്ലാത്തിനും നമുക്ക് അയ്യോ പത്തോ പറയും. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചു പോയിരിക്കുകയാണ്. കർത്താവ് പറയുന്നത്, കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. 126 സങ്കീർത്തനത്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുകയാണ്. ഭാരങ്ങൾ വരുമ്പം നമ്മൾ ആ സമയം വൃഥാ കളയാതെ ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കുക. 126 അതൊരു നല്ല വാക്യമാണ്. അതുകൊണ്ട് ഞാൻ വായിക്കുകയാണ് നേരിട്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ വായിക്കുന്ന കാരണം നിങ്ങൾക്ക് വചനമെടുത്ത് വായിക്കാനും അത് നമുക്ക് കാണാൻ പഠിക്കാനും കൂടിയാണ്. 126:5 കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടേ വരുന്നു. അപ്പോഴാണ് വിത്ത് ചുമന്ന് നമ്മൾ കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കും, പക്ഷേ കറ്റ ചുമത്തുന്നതുകൊണ്ട് വരുമ്പോൾ സന്തോഷം. അപ്പോൾ കണ്ണുനീരോടെ വിതച്ചാൽ ഒരു പ്രതിഫലം ദൈവം ഇപ്പുറത്ത് തരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്നും കണ്ണുനീരോട് തരുന്ന ഒരു ദൈവമല്ല. പൗലോസ് പറയുന്നത് ഈ ലോകത്തിൽ സഹിക്കുന്ന കഷ്ടനാൽ ലഘുവായ കഷ്ടമെന്ന് പൗലോസ് പറഞ്ഞു. കാരണം പൗലോസും ദൈവത്തോടുള്ള സ്നേഹം അടുപ്പം അത്ര വലുതായപ്പോൾ പിന്നെ കഷ്ടമൊന്നും കഷ്ടമല്ല. പക്ഷെ നമുക്ക് പല പ്രയാസങ്ങളും വലിയ കഷ്ടമായിട്ട് തോന്നിക്കാറുണ്ട്. ആ സമയങ്ങളിലെല്ലാം ദൈവം തമ്പുരാൻ പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവൻ, എന്നെ ആശ്രയിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തും, തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ കൃപ കൊണ്ട് നമ്മളെ ഈ പ്രയാസ സന്ദർഭങ്ങളിൽ കർത്താവ് വെളിച്ചമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഇത് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഒരു വാക്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതായത്. അതായത് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:7 ഞാൻ വായിക്കുന്നത്. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു.
അപ്പം അതിൻ്റെ അടുത്ത വാക്യമുണ്ട്, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഇത് വളരെ പ്രധാനമായിട്ട് എന്നെ ഈ അടുത്തിടെ ടച്ച് ചെയ്തതാണ്. ദൈവം തമ്പുരാൻ പാതാളത്തിൽ, അതായത് കർത്താവ് മരിച്ചു കഴിഞ്ഞ് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യ കർത്താവ് പാതാളത്തിലേക്കാണ് പോയത്. പാതാളത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ട് അവിടെ നിന്ന് ബദ്ധരായിരിക്കുന്നവരെ, ആദം തൊട്ട് ബദ്ധരായിരിക്കുന്നവരെ കൈപിടിച്ചു പൊക്കുന്ന ഒരു പടം ഞാൻ FSSC വെച്ച് ഞാൻ പോയപ്പം കണ്ടിട്ടുണ്ട്. പഴയ പള്ളികളിൽ, നമ്മൾ ഈ തുർക്കി സ്ഥലങ്ങളിലൊക്കെ പോകുന്ന അവിടെയുള്ള പള്ളികളിലെല്ലാം ഈ പടം വരച്ച് വെച്ചിട്ടുണ്ട്. ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് പാതാളത്തിൽ ചെന്നിട്ട് ആ പാതാള ഗോപുരം നിൽക്കത്തില്ല, അത് വലിച്ചു പൊക്കുമ്പോൾ ആദത്തിൻ്റെ കൈ പിടിച്ച് പൊക്കിയെടുക്കുന്നതായിട്ട്. ദറ്റ് ഈസ് ഗോട്ട് എ ഗ്രേറ്റ് മീനിങ്. അതായത് പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് മരണത്തെ ജയിച്ച് ജീവൻ തന്ന ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനം മരിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തു ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പാതാളത്തിൽ ചെല്ലണം എന്ന് പറയുമ്പം ക്രിസ്തുവിൻ്റെ കാല് പാതാളത്തിൽ ചെന്ന് ചവിട്ടി. എപ്പോഴാണ്? നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തി, ചിന്തിച്ച് നോക്കണേ, നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തി, നമ്മുടെ മക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവാകാം, അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ കൂട്ടുകാർ, ആരെങ്കിലും ഒരു നിവൃത്തിയില്ലാത്ത ഗതികെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കാല് കുത്തുമ്പോൾ അവർക്കൊരു വിടുതലാണ്. കാരണം നമ്മൾ ഏത് കഷ്ടത്തിൽ നമ്മൾ മക്കൾ പോകുന്നോ ആ സ്ഥിതിയിൽ നമ്മളും കാല് ചവിട്ടാൻ മടി കാണിക്കത്തില്ല. കാരണം എന്താ? നമ്മുടെ മക്കളാകിയാൽ നമുക്ക് അവരെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. അത് തന്നെയല്ലേ യേശുക്രിസ്തു ചെയ്തത്. ദൈവം തമ്പുരാൻ്റെ സൃഷ്ടികളാകുന്ന മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മരിച്ചു കഴിഞ്ഞിട്ട് പാതാളത്തിൽ കാലുകുത്തിയവൻ അവിടെ നമ്മളെ അത് നമ്മളെ ബന്ധികളായിട്ട് വെച്ചിരിക്കുന്ന ആദത്തിനെ ഔവായം തൊട്ട് രക്ഷപ്പെടുത്തി പറുദീസയിലേക്ക് തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പം പാതാളത്തിൽ കാല് വെക്കാൻ ക്രിസ്തുവിന് സാധിച്ചു എങ്കിൽ നമുക്കോരോരുത്തർക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവിടെ ചെന്ന് കാലുകുത്താനുള്ള അവകാശം കിട്ടി. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ചിലർക്കിത് മനസ്സിലായാൽ ഇതൊരു വലിയ മർമ്മമാണ്. നമുക്ക് പാതാളത്തിൽ ചെന്ന് കാല് ചവിട്ടിയിട്ട് അവിടെ നിൽക്കെ ഞാൻ എൻ്റെ മക്കളെ തിരിച്ചു കൊണ്ടുപോകാൻ അറസ്റ്റഡ് ആൻഡ് വി ആർ ടേക്കിംഗ് ബാക്ക് ദ പ്ലണ്ടർ എന്ന് പറയാൻ എത്ര പേർക്ക് അധികാരമുണ്ട്? എത്ര പേർക്ക് അറിയാതെ? അതൊരു സത്യമാണ്. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നല്ലോ. അപ്പം കർത്താവ് ഉയരത്തിലേക്ക് പോകുന്നതിന് മുൻപേ പാതാളത്തിൽ ഇറങ്ങിച്ചെന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒത്തിരി കഷ്ടത്തിൽ നമ്മുടെ മക്കൾ പോകാമെന്ന് വിചാരിക്കട്ടെ, നമ്മൾ അവരുടെ സ്ഥിതിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രു അവരെ വഴിതെറ്റിച്ച് കള്ളും കുടിച്ച് മ്ലേച്ഛതയ്ക്ക് ദുഷ്ടതയ്ക്ക് വിടുന്നിടത്ത് ദുഷ്ടപിശാച് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങിച്ചെല്ലും. പാതാളമാണ്, അത് പാതാള ഗോപുരം. അതിനകത്ത് ഇറങ്ങിച്ചെന്നേച്ച് ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞു ചെന്നിട്ട് നമ്മൾ പറയണം, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി യേശുവിൻ നാമത്തിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതൊരു അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കണം. എൻ്റെ മകൾ അമേരിക്കയിൽ മക്കൻസി എന്ന് പറഞ്ഞൊരു വലിയ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് വലിയൊരു കമ്പനിയാണ്, സുഖങ്ങൾ, അങ്ങേയറ്റ ശമ്പളം എല്ലാം ഉണ്ട്. പക്ഷേ രാവിലെ പോയാൽ രാത്രി വരെ തിരിച്ചു വരാനൊക്കത്തില്ല. അതേപോലെ നമ്മൾ ഇതെന്തൊരു ജോലി, ഇതെന്തൊരു ജീവിതമാണ്. ഞാൻ എന്നെ വിചാരിച്ചിട്ടും പിള്ളേർക്ക് നല്ല ശമ്പളം കിട്ടി അവർ മാറത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇത് ശരിയാകത്തില്ല, ഇങ്ങനെ ഇരുന്നാൽ ഇവിടെ ഈ കമ്പനിയുടെ അടിമയായിട്ട് ജീവിക്കാൻ കുറച്ച് സുഖവും കാശും കിട്ടുന്നല്ലാതെ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ടതാണ് ആത്മാവിൽ. എൻ്റെ ആത്മാവ് ഇവരുടെ ഓഫീസിലോട്ട് കയറി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം ഓരോ റൂമിൻ്റെ വാതിക്കലും 2, 3, 4 ചെറുപ്പക്കാരെ ഗാർഡായിട്ട് വെച്ചിരിക്കുകയാണ്, അകത്ത് കയറിയവരെ പുറത്ത് വിടാതിരിക്കാൻ. പക്ഷെ ഞാൻ ആത്മാവിൽ അകത്തോട്ട് കയറി ചെന്നിട്ട് എൻ്റെ മകൾ ഇരിക്കുന്നിടത്ത് എൻ്റെ കൈക്ക് പിടിച്ച് വെച്ച് ഞാൻ പുറത്തിറക്കിക്കൊണ്ടുവന്നു. അതോടെ ആ കമ്പനിയിൽ നിന്നുള്ള ജോലി അവൾക്ക് മാറേണ്ടി വന്നു. പിന്നെ ദൈവം തന്നെ മാറ്റിച്ചു. എന്താണ്? അധോലോകത്തിൻ്റെ നടുക്ക് കയറി ചെന്നിട്ട് പാതാളത്തിൽ കാല് ചവിട്ടിക്കഴിയണമെങ്കിൽ യേശുവിൻ്റെ രക്തവും പിടിച്ചുകൊണ്ടാണ് നമ്മൾ അധികാരത്തോടെ കയറി ചെല്ലുന്നത്. അത് തന്നെ ഇവിടെ യേശു ചെയ്തെടുക്കുക ചെയ്ത്. യേശു പറയുന്നത് എന്താണ്? യേശു കർത്താവ് ചെയ്തത് ഇതാണ്, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മേലെ കയറിയവനാവുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ കയറുന്നതിന് മുമ്പേ അവൻ പാതാളം വരെ ഇറങ്ങിച്ചെന്നു. നമ്മളും അങ്ങനെയല്ലേ? ഒത്തിരി കഷ്ടം വരും, നമ്മൾ താഴെ വരെ ഇറങ്ങിച്ചെന്ന് കഴിയുമ്പം നമുക്ക് അതിൽ നിന്നൊരു ഉയർച്ചയല്ലേ വരുന്നത്. ഗോഡ് ഷോസ് ദ റൈറ്റ് തിങ് ടു ഡു.
നമ്മുടെ ഭാരങ്ങളിൽ നമ്മൾ നിലം പരിച്ചാകുന്നെങ്കിലും ക്രിസ്തു കാണിച്ചു തന്നിട്ടുണ്ട് ദുഷ്ടനൊന്നും നമ്മുടെ മുമ്പ് നിൽക്കാനൊക്കത്തില്ലെന്ന്. പിശാചിനൊരു ശക്തിയില്ല, അവനെ തോൽപ്പിച്ച് കഴിഞ്ഞു ക്രൂശ് മരണത്താൽ. എന്നാൽ അത് കഴിയുമ്പം കർത്താവ് എഴുതി പറഞ്ഞിരിക്കുന്ന വാക്യം വളരെ പ്രധാനമാണ്. അങ്ങനെ ഉയരത്തിൽ കയറിയപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് ദാനങ്ങൾ തരികയാണ്. ചിലരെ അപ്പോസ്തലന്മാർ, ചിലരെ പ്രവാചകന്മാർ, ചിലരെ സുവിശേഷന്മാരും, ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കൾ നിയമിച്ചിരിക്കുന്നു. എന്തിനാണ്? നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ. പാതാള ഗോപുരങ്ങൾ ഇതിനു മുൻപ് നിൽക്കൂല. പക്ഷേ യേശുക്രിസ്തു പാതാളത്തിൽ ഇറങ്ങിച്ചെന്ന് അവനെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെയുള്ള ബന്ധിതരെ പൊക്കി മേളിൽ കൊണ്ടുവന്ന് പറുദീസയിൽ തിരിച്ചാക്കിയെങ്കിൽ, നമ്മുടെ മക്കളെയോ നമുക്കുള്ളവരെയോ ദുഷ്ടൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അധികാരമെടുത്ത് ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് പിടിച്ചു വാങ്ങിച്ച് മുകളിൽ കൊണ്ടുവരാൻ നമുക്ക് അധികാരമുണ്ട്. അതുകൂടാതെ കർത്താവ് പറയുന്നു അവകാശങ്ങൾ, എന്തൊക്കെ പദവികളാണ്. ചിലരെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ടീച്ചേഴ്സ്, പാസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ളവരെ ഈ 5 പദവി 5-fold മിനിസ്ട്രി അങ്ങോട്ട് ഏൽപ്പിക്കും. എപ്പോഴാണ്? നീ അത്രമാത്രം ധൈര്യമായിട്ട് നിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവത്തിൽ പാതാളത്തിൽ ഇറങ്ങിച്ചെന്നിട്ട് ബന്ധിതരെ പിടിച്ച് രക്ഷപ്പെടുത്താൻ നിനക്കിത് അവകാശം തന്നിരിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്കും ആ പദവി ദൈവം ഇപ്പോൾ തരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നമ്മൾ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കയറണമെങ്കിൽ അവൻ ചെയ്തിരിക്കുന്നത് അറിയണം. അവൻ്റെ ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തികളും നമുക്ക് അനുകരിക്കാനാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഭാരതത്തിലിരിക്കുന്ന അനേക കുടുംബങ്ങൾക്ക് കർത്താവ് സുവിശേഷത്തിന് പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ തരാനാണ് ഉള്ള ബാലപാഠമാണെന്ന് മനസ്സിലാക്കുക. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് മക്കളെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പം ഒന്നും ഭാരപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം ഞങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. പാതാളം വരെ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് തൻ്റെ ബന്ധിതരായിട്ടുള്ള ആദ്യത്തിനെ അവ്വായം രക്ഷിച്ചുവെങ്കിൽ, ഞങ്ങളുടെയും തലമുറകളുടെ മേൽ ഇവൻ കാല് വെച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കർത്താവിൻ്റെ സുവിശേഷകന്മാരായിട്ടും അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും ടീച്ചേഴ്സായിട്ടും പാസ്റ്റേഴ്സാക്കി ആക്കി മാറ്റാൻ തക്കവണ്ണമുള്ള വലിയ പദവികൾ വാങ്ങിച്ചെടുത്ത് കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പദവികൾക്ക് വില കൊടുത്തുകൊണ്ട്, കർത്താവേ, ഇത് വില കൊടുത്തു വാങ്ങിച്ചതാണ്. ശത്രു മുൻപിൽ നിന്നപ്പോൾ ഭയപ്പെടാതെ അവൻ്റെ അടിത്തറ ഒളിച്ചു മാറ്റി ഞങ്ങൾ അവനിൽ നിന്ന് തിരിച്ചെടുത്ത കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രാഗൽഭ്യമുണ്ട്. അനേക മക്കൾക്ക് വെളിച്ചം കൊടുക്കാൻ ഇതുകൊണ്ട് സാധിക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ ആത്മാ അനേക കുടുംബങ്ങൾക്ക് റിലീസ്, വെളിച്ചം കർത്താവിൻ്റെ പ്രകാശം അയച്ചു കൊടുത്തിരിക്കുന്നു. പ്രകാശമുള്ളിടത്ത് ഇരുട്ട് നിൽക്കത്തില്ല കർത്താവേ. അങ്ങനെ പ്രകാശം അയപ്പിക്കുന്ന ദൈവസന്നിധിക്ക് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.